ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടിപ്സും റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകി തുടച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു കടായി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സവാളയുടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. ഞാൻ ഗരം മസാലയ്ക്കകത്ത് കൂടുതലെടുത്തത് പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ് ഈ വെണ്ടയ്ക്ക റെസിപ്പിക്ക്. പിന്നെ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കില്ല. എന്നിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് തക്കാളി വേണമെങ്കിൽ പുളിക്ക് പകരം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അതേപോലെ പുളിവെള്ളം ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. വളരെ ടേസ്റ്റോട് കൂടിയ ഒരു നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട. അത് നല്ല നമുക്ക് സമയമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. രണ്ടാമത്തത് ഒരു ടിപ്സും റെസിപ്പിയും ഒക്കെ ആയിട്ട് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പൊടി എടുത്ത് അതിലേക്ക് ശകലം ചൂടുവെള്ളവും ഉപ്പും എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി കണക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഉരുളയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ ഉരുള എടുത്ത് പരത്തുന്നുണ്ട്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓരോന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് ഞാൻ സ്പ്രിങ് ഒനിയനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. അത് പരത്തുന്ന ലെയറായിട്ട് കിട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര പാടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മടിയായിരിക്കും. പക്ഷേ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് അത്രയും ആയാസപ്പെടേണ്ട ആവശ്യമില്ല. സാധാരണ പൊറോട്ട ഉണ്ടാക്കാൻ നമ്മളിത് പരത്തി ഇത് വീശി അടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ലെയറായിട്ട്. പിന്നെ അത് ഒരു ചുരുട്ടി അതെടുത്തിട്ട് പിന്നെ നമ്മൾ പരത്തി അങ്ങനെ എടുക്കുമായിരിക്കും. കൈ കൊണ്ട് പരത്തി എടുക്കുമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് നമ്മളിത് ഉരുളയാക്കി എടുത്തിട്ട് പരത്തിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മടക്കുന്നുണ്ട്. ആ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുത്ത് വിതറി ഇട്ട് കൊടുത്തിട്ട് ഇടണമെന്നില്ല. ഞാൻ അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ടാണെങ്കിൽ അത് 2 സൈഡിൽ നിന്നും മടക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ മടക്കി എടുത്തിട്ട് പിന്നെ ഒരറ്റത്തുനിന്ന് അത് ചുരുട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ ചുരുട്ടി എടുക്കുക. എന്നിട്ട് അങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ നമുക്കൊരു ഉരുളയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ട്യൂബ് പോലെ ഉരുളയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒരു പിച്ചാത്തി എടുത്ത് അതിൻ്റെ നടുഭാഗത്തൊന്ന് വെട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ നമുക്ക് അവിടെ ലെയർ കാണാം. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ കൈകൊണ്ട് പരത്താം, അല്ലെങ്കിൽ ചപ്പാത്തി പലക കൊണ്ട് കോലുകൊണ്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തുമ്പം ഞാനിവിടെ നന്നായിട്ട് പ്രസ് ചെയ്താണ് പരത്തിയത്. അത്രയും പ്രസ് ചെയ്യണമെന്നില്ല. കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ രണ്ടാമത്തെ ഉരുള ഞാനത് പരത്തുന്നു. അതിലേക്ക് ഞാൻ ഒരു ഫില്ലിങ് പോലെ ഞാൻ സ്പ്രിംഗ് ഒനിയന് പകരം വെച്ചിരിക്കുന്നത് ചെറിയായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കും അതുപോലെ വറ്റൽമുളക്, പിന്നെ അത് ഒരു ബട്ടറിനകത്ത് ഒരു സ്പൂൺ ബട്ടറിനകത്ത് ഇട്ട് മിക്സ് ആക്കിയിട്ട് അതാണ് ഇതിൽ തൂത്ത് കൊടുത്ത്. എന്നിട്ട് 2 സൈഡിൽ നിന്നും പരത്തിയെടുത്ത് ചപ്പാത്തി 2 സൈഡിൽ നിന്നും മടക്കി എടുത്തിട്ട് പിന്നെ ഒരറ്റത്തുനിന്ന് ഉരുട്ടിയെടുത്ത് എന്നിട്ട് പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് അതേപോലെ മുമ്പ് ചെയ്ത പോലെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തതും ഞാൻ പരത്തിയെടുക്കുമ്പോൾ അതിനൊരു ഇത് കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് വൈറ്റ് സിസമിനാണ് വെതറി ഇട്ട് കൊടുത്തിട്ട് അതിലൊന്ന് ചപ്പാത്തി കോല് കൊണ്ടൊന്ന് ഉരുട്ടി അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ 2 സൈഡും മടക്കി നമ്മൾ ഇതേപോലെ എടുക്കുന്നത്.
അപ്പോൾ ഞാൻ മൂന്നിലും 3 ടൈപ്പ് ഫില്ലിങ് പോലാണ് കൊടുത്തത്. ഫില്ലിങ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അന്നേരം പക്ഷേ നമ്മൾ അതിന് പകരം അവിടെ ചെറുതായിട്ടൊരു ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കണം, ഒരു ലെയർ പോലെ. അല്ലെങ്കിൽ അങ്ങ് അതിലുമായിട്ട് നമ്മൾ വീണ്ടും പരത്തുന്ന സമയത്ത് അതിലങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയി വരാനായിട്ട് നിൽക്കാനായിട്ട് ഒരു ശകല എണ്ണമയോ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പൊടിയുടെ ആ പൊടിയോ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഓരോന്നും ചൂടായ തവയിൽ ഇട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗീയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, നമുക്ക് അതിലൂടെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ 3 ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് മുറിച്ച് കാണിക്കാം. നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ രാവിലെ ടിഫിൻ ബോക്സായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ആകർഷണീയമായിരിക്കും. അതേപോലെ ഗോതമ്പ് പൊടി വെച്ചാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, മൈദ വെച്ചാണെങ്കിലും. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. കണ്ടോ, ഞാനിത് മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും ഓരോ ലെയറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ആ ലെയറെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ലെയറായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. ഇങ്ങനെ ലെയറായിട്ട് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അതുപോലെ അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കറിയൂടെ ആകുമ്പോൾ പിന്നെ വേണ്ടില്ല, പിന്നെ അവരിത് തന്നെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അടുത്ത ലാസ്റ്റ് 3ാമത്തെ ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ കായമൊക്കെ മേടിക്കാറുണ്ട്, കായത്തിൻ്റെ കട്ട മേടിക്കാറുണ്ട്. കായത്തിൻ്റെ കട്ട മേടിച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ആവശ്യത്തിന് മുറിച്ചെടുക്കുമായിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പണായി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എങ്ങനെ ചെയ്ത് വെച്ചാലും അത് നല്ല ഹാർഡായിട്ട് പോകും. പിന്നെ ഹാർഡായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിട്ട് പൊടിക്കും. ഇങ്ങനെ നമുക്ക് ശകലം മതിയല്ലോ. അപ്പോൾ നമ്മൾ വേറെ ദേശം മുഴുവൻ, നമ്മുടെ റൂം മുഴുവൻ ഇതിൻ്റെ പൊടിയാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് കായത്തിൻ്റെ കട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കാനായിട്ട് മേടിച്ചത് ഇപ്പോൾ ഒരു ആഴ്ചയിൽ കൂടുതലായി, അതുകൊണ്ട് ശകലം ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പണാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് അത് 2ആയിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു പീസ് ഞാൻ വീണ്ടും ചെറിയതാക്കി വെക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഒരു കട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഹാർഡായിട്ട് പോകും. നമുക്കപ്പോൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വളരെ ഈസി ആക്കാനുള്ള മാർഗ്ഗമാണ് അത് ചെറിയ പീസുകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അല്ല രസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അച്ചാറൊക്കെ ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചില ഹാർഡായതുകൊണ്ട് എനിക്കത് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അത് ഇട്ടാലും അത് ഹാർഡായിട്ട് തന്നെ ഒന്നും ഒട്ടാതെ തന്നെ ഇരിക്കുക. അതേസമയം ഇത്രയും ഹാർഡായിട്ടില്ലെങ്കിൽ അത് വെളിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഹാർഡായി കഴിഞ്ഞിട്ട് പിന്നെ കവറിനകത്ത് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് ചെറിയ ഹാർഡായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇത് ഒട്ടത്തില്ല, അങ്ങോട്ടും ഇട്ടും ഒട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കവറിനകത്തോട്ട് തന്നെ മുറിച്ചതെല്ലാം കൂടെ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഞാനത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മറ്റേ പാർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റേ പാർട്ട് എടുത്തിട്ട് ഞാനത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്തുമാത്രം പ്രസ് ആയി വരുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പ്രസ്സായി വരുന്നേ ഉള്ളൂ. അതേസമയം ഇത്രയും ഹാർഡായിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് പ്രസ് ചെയ്ത് നന്നായിട്ടത് വലിഞ്ഞു വരും. ഇപ്പോൾ ഇതങ്ങനെ ആവുന്നില്ല, ഹാർഡാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ചപ്പാത്തി പലക ഇട്ട് ഒന്ന് പരത്തി നോക്കുന്നുണ്ട്. കുറച്ചൊന്ന് പരത്തി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു തവ വെച്ചു. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലെങ്ങനെ കായത്തിൻ്റെ പൊടി ഉണ്ടാക്കാം എന്നതാണ്.
അപ്പോൾ ഒരു തവ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ കായത്തിൻ്റെ ഹാഫ് ആട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടായി വരുന്നതനുസരിച്ച് നമ്മൾ ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അത് പരന്ന് അത് ഹാർഡായി മുരിഞ്ഞ് വരും. കായത്തിൻ്റെ പൊടി നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ ആ ഇതൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് സാമ്പാറിന് ആ കായത്തിൻ്റെ മണമൊക്കെ അടിച്ചാൽ മതി ഒരു പറ ചോറുണ്ട്. അപ്പോൾ ആ കായത്തിൻ്റെ കട്ടയാണെങ്കിലും മേടിച്ച് നമ്മൾ ഇതുപോലെ പൊടിയാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നമുക്ക് ആ കായത്തിന് അത് ചേർത്തുള്ള സാമ്പാറൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിൻ്റെ ഒരു മണം അടിച്ചാൽ മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം അതിന് പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരിയാണ്, ഒരുപാട് നാൾ ഉപയോഗിക്കാൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ട് അതിലൊരു ഹാഫ് എടുത്ത് പൊടിച്ചെടുക്കുന്നത്. അത് തന്നെ ഒരുപാട് നാളത്തേക്കായിട്ടുണ്ട്. നമ്മൾ സാമ്പാർ രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തല്ലേ നമ്മളിത് ചേർക്കുകയുള്ളൂ. അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പം നമുക്കിത് ഒരു ഹാഫ് പാർട്ട് തന്നെ പൊടിച്ചെടുക്കുന്നത് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചും ഇട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡും ഒക്കെ അത് നന്നായിട്ട് അത് മുരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും ഏകദേശം ഇതായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. എന്നിട്ട് അത് കംപ്ലീറ്റ്ലി അത് ചൂട് ആറാനായിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് പീസ് ആക്കുന്നുണ്ട്. അങ്ങനെ പീസ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫുള്ളായിട്ട് നന്നായിട്ടത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പൊടിക്കുന്നുണ്ട സമയം ഉള്ളിൽ എന്തെങ്കിലും ഒരു കളറ് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെയും ആ തവയിലോട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഹാർഡ് ആയിട്ടുള്ള ബ്രൗൺ കളറും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒന്നുകൂടെ ആ തവ ചൂടാക്കി അതിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട്. അന്ന് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്കിത് എടുത്താൽ മതി. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ സാമ്പാറിനകത്തൊക്കെ ചേർക്കുകയാണെങ്കിൽ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നമ്മൾ സാധാരണ പൊടി മേടിച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ടിപ്സും റെസിപ്പിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി, ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.